നിയോഗത്താലി ചെന്ന് കയറിയ പാടെ നന്ദയുടെ മിഴികളുടക്കിയത് ടേബിളിന്റെ മുകളിലിരിക്കുന്ന അഥർവ് മേനോൻ എന്ന അവന്റെ നെയിം ബോർഡിലേക്കാണ്. അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ആ വിശാലമായ ക്യാബിൻ ആകമാനം ഒന്ന് വീക്ഷിച്ചു. ഇതല്ലേ ഏട്ടന്റെ ക്യാബിൻ? ചിരിയോടെ ചോദിച്ചുകൊണ്ടവൾ അകത്തേക്ക് കയറി. പിന്നാലെ ചിരിയോടെ തന്നെ അവനും. അതെ, ഇതാണ് എന്റെ നന്ദക്കുട്ടിയുടെ ഏട്ടന്റെ ക്യാബിൻ. അവനവളുടെ കവിളിൽ തട്ടി പറഞ്ഞു. ശേഷം ചെയറിലേക്കൊന്നിരുന്നു. താനിരിക്കെ പറഞ്ഞുകൊണ്ട് തൊട്ടു മുമ്പിൽ കിടന്ന ചെയറ് ഒന്ന് കാണിച്ച് ശ്രീനന്ദയെ അവിടേക്ക് ഇരുത്തി. തനിക്ക് കോഫി ഓർ ചായ എന്തെങ്കിലും പറയട്ടെ? ഇപ്പൊ ഒന്നും വേണ്ടേട്ടാ, വീട്ടിൽ നിന്നും കുറച്ച് മുൻപ് കഴിച്ചിട്ടല്ലേ വന്നത്. അപ്പോഴേക്കും അഥർവിനൊരു ഫോൺ കോൾ വന്നു. അവൻ കോളൊക്കെ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ശ്രീനന്ദ മെല്ലെ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് അവിടെ ആകെ ഒന്ന് നടന്നു. ക്യാബിനിലെ ഒരു വാള് ഫുൾ കർട്ടനാണ്. അവൾ മെല്ലെ ചെന്ന് ആ കർട്ടൻ വകഞ്ഞു മാറ്റിയതും വിശാലമായ നഗരത്തിന്റെ ദൃശ്യം. ആണോ? ഓക്കെ, ഐ വിൽ കോൾ യു ബാക്ക്. കോൾ അവസാനിപ്പിച്ചു അഥർവ്. പിന്നെ മെല്ലെ നടന്നിയെന്ന് ശ്രീനന്ദയുടെ ചുമലിലൂടി കൈ ചേർത്തു. എന്താണ്? കാര്യമായ ആലോചനയിലാണല്ലോ. ഏയ്, ഞാൻ ചിന്തിക്കുമായിരുന്നു. ഏട്ടൻ വെറുതെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ മതിയല്ലോ. എന്ത് ഭംഗിയാ താഴത്തെ കാഴ്ചകളൊക്കെ കാണാന്. ദാ കാറും മനുഷ്യരും ഒക്കെ കുഞ്ഞു പൊട്ടുപോലെ കാണുന്നു. അവൾ പറഞ്ഞതിന് മറുപടിയായി അഥർവൊന്ന് ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. അതിന് നന്ദയുടെ ഏട്ടന് ഫ്രീ സമയം കിട്ടിയിട്ട് വേണ്ടേ? അഥർവ് അത് പറഞ്ഞതും അവൾ അത് ശരിയാണല്ലോ എന്ന അർത്ഥത്തിൽ തലയൊന്നനക്കി. താൻ എന്തായാലും ദാ അവിടെ വന്നിരിക്കെ, ഞാൻ സീമ ചേച്ചിയെ വിളിക്കാം. അതാരാ സീമ ചേച്ചി? നമ്മുടെ ഓഫീസിലെ ഒരു സീനിയർ സ്റ്റാഫാണ്. വെറുതെ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ പോരല്ലോ. ഓഫീസ് മുഴുവനും ഒന്ന് ചുറ്റി നടന്ന് കണ്ട് നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെന്റും അവിടുത്തെ എംപ്ലോയീസിനെയും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ? ചേച്ചി വരും. ചേച്ചി വന്നാൽ തന്നെ എല്ലായിടത്തേക്കും ഒന്ന് കൂട്ടിക്കൊണ്ടു പോകും. ഓക്കെ അല്ലേ? പിന്നെ ഡബിൾ ഓക്കെ. അവൾ രണ്ട് കൈയിലും തംസപ്പ് കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. ശേഷം അവന്റെ മുന്നിലിട്ടിരുന്ന ചെയറിൽ പോയിരുന്നു. ഹലോ സീമ ചേച്ചി. പറയൂ സർ. ചേച്ചി, എൻ്റെ ക്യാബിനിലേക്ക് ഒന്ന് വരുമോ? ശരി സർ, ഇപ്പൊ തന്നെ വരാം. പറഞ്ഞുകൊണ്ട് സീമ ഫോൺ കട്ട് ചെയ്തു. ധൃതിയിൽ അഥർവിന്റെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു. ഏകദേശം 5 മിനിറ്റുകൾക്ക് ശേഷം ഡോറിൽ ഒരാൾ നോക്കി ചെയ്യുന്നത് കണ്ട് അഥർവ് അവരെ അകത്തേക്ക് ക്ഷണിച്ചു. പുഞ്ചിരിയുടെ സീമ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വന്നു. ഏകദേശം 35 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു ലേഡിയാണ് സീമ. നല്ല ഭംഗിയായിട്ട് സാരി ഞൊറിഞ്ഞ് വൃത്തിയായി ഉടുത്തിരിക്കുന്നു. നെറ്റിയിൽ കുഞ്ഞൊരു കറുത്ത പൊട്ട്, മുടി ഉയർത്തി പോണിട്ടയിൽ കെട്ടിയിരിക്കുന്നു. ഉടുത്തിരിക്കുന്ന സാരിക്ക് മാച്ചായ ലിപ് ഷെയ്ഡാണ് ചുണ്ടില്. കഴുത്തിൽ കമ്പനിയുടെ ID കാർഡും ഉണ്ട്. ശ്രീനന്ദ അവരെ മൊത്തത്തിലൊന്ന് നോക്കി. പിന്നെ നേർമയായി ഒന്ന് പുഞ്ചിരിച്ചു. ചേച്ചി, ഇതാണ് എൻ്റെ വൈഫ് ശ്രീനന്ദ. ഇന്നു മുതൽ ആളും കാണും നമുക്കൊപ്പം ഇവിടെ. ഗുഡ് മോർണിംഗ് മാഡം. അവർ ശ്രീനന്ദയെ നോക്കി പറഞ്ഞതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു. ഗുഡ് മോർണിംഗ്. ചേച്ചി ഏതെങ്കിലും അർജന്റ് വർക്കിലാണോ? അല്ല സർ. എങ്കിലൊരു കാര്യം ചെയ്യും. ശ്രീനന്ദയെ നമ്മുടെ ഓഫീസ് മുഴുവനും കൊണ്ട് കാണിക്കണം. നമ്മുടെ എംപ്ലോയീസിനെയും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എല്ലാവരെയും ഒന്ന് കാണിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണം. ഓക്കെ സർ, ഞാൻ എല്ലാം നോക്കിക്കണ്ട് ചെയ്തോളാം. ശരി ചേച്ചി. എന്നാൽ നന്ദ, താൻ സീമ ചേച്ചിക്കൊപ്പം പോയി ഓഫീസൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. ശരി ഏട്ടാ. പതിഞ്ഞ സ്വരത്തിൽ അതും പറഞ്ഞുകൊണ്ട് ശ്രീനന്ദ സീമയ്ക്കൊപ്പം ക്യാബിൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ശ്രീനന്ദയുടെ പതിഞ്ഞ സംസാരത്തിൽ നിന്ന് തന്നെ സീമയ്ക്ക് മനസ്സിലായി അവളൊരു പാവമാണെന്ന്. വരൂ മേഡം, നമുക്കാദ്യം ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകാം. അവിടെയാണ് റിസപ്ഷൻ. അവിടുന്നേ കണ്ടുവരാം. ഓക്കെ അല്ലേ? അവൾ ഒന്ന് തലകുലുക്കി. ചേച്ചി എന്നെ മേഡം എന്നൊന്നും വിളിക്കണ്ട, ശ്രീനന്ദാന്ന് വിളിച്ചാൽ മതി. അയ്യോ, അങ്ങനെ പറയരുത്. ഞങ്ങളുടെ CEO സാറിൻ്റെ വൈഫിനെ പേര് വിളിക്കാനൊന്നും അത്രയൊന്നും ആയിട്ടില്ല ഞാൻ. അത് കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ മേഡത്തിന് അതൊക്കെ ശീലാകും. ശ്രീനന്ദ പിന്നൊന്നും പറയാൻ പോയില്ല. ചിരിയോടെ അവർക്കൊപ്പം നടന്നു. താഴത്തെ റിസപ്ഷനും ലോഞ്ചും ക്യാൻറ്റീനിലേക്കുള്ള വഴിയും ക്യാൻറ്റീനിലെ സ്റ്റാഫുകൾ എന്ന് തുടങ്ങി ഏകദേശം ആ ഓഫീസ് മുഴുവനും ശ്രീനന്ദയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്ത സീമ. ഏറ്റവും ഒടുവിലവർ ചെന്നത് സീമയുടെ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റാണ്. അവിടെയുള്ള എംപ്ലോയീസിനെല്ലാം ശ്രീനന്ദയെ പരിചയപ്പെടുത്തി കൊടുത്തു സീമ. എല്ലാവരോടും ചിരിച്ച് സന്തോഷത്തോടെ അവൾ ഇടപഴകി. ഇതിപ്പോൾ വർക്കിംഗ് ടൈം ആയതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്.
ജോലി സമയത്ത് ലൂസ് ടോക്കിന് പോയാൽ ആദവ് സാറിന്റെ സ്വഭാവം മാറും. അതെല്ലാവർക്കും അറിയാൻ താനും. സീമ തമാശ പോലെ ശ്രീനന്ദിയോട് പറഞ്ഞപ്പോ അവൾക്കതൊക്കെ ഒരു പുതിയ അറിവാണ്. ഓ, അപ്പൊ വീട്ടിലെ പഞ്ചാര കുഞ്ചു ഇവിടെ ആളുകളെയൊക്കെ വിറപ്പിക്കുന്ന സിംഹമാണല്ലോ. ശ്രീനന്ദ മനസ്സിൽ ചിന്തിച്ചു. ഏകദേശം 2 മണിക്കൂർ എടുത്തു ആ കമ്പനി മൊത്തത്തിലൊന്ന് ചുറ്റിക്കണ്ട് തിരികെ വരാന്. ശ്രീനന്ദ അല്പം ടയേർഡായിരുന്നു. നമുക്കൊരു കോഫി കുടിച്ചാലോ? ശ്രീ സീമ ചോദിച്ചതും ശ്രീനന്ദ ഒന്നും മൂളിക്കൊണ്ട് സീമയ്ക്കൊപ്പം നടന്നു. കോഫി മെഷീന്റെ അരികിലേക്കാണ് അവർ അവളെ കൊണ്ടുപോയത്. കോഫി എടുക്കുന്ന വിധമൊക്കെ പറഞ്ഞു കൊടുത്തു. ശ്രീനന്ദയും സീമയും ഓരോ കപ്പ് കോഫി എടുത്തുകൊണ്ട് അവിടെ ഇട്ടിരുന്ന ടേബിളിന്റെ ഇരുവശത്തുമായിട്ടിരുന്നു. ശ്രീനന്ദയുടെ മുഖത്ത് ഇപ്പോഴും ഒരുതരം വെപ്രാളമാണ്. മേഡം, ടെൻഷനാവണ്ട. ആദ്യമായിട്ടാണോ ജോലിക്ക്? സീമ മടിച്ചാണെങ്കിലും ചോദിച്ചു. അവർ ഈ കമ്പനിയുടെ ഓണറാണ്. അവരോട് പേഴ്സണലായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ചോദിക്കാൻ പാടില്ലാത്തതുമാണ്. അതറിയാമെങ്കിൽ പോലും ശ്രീനന്ദയുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന വെപ്രാളം കണ്ടപ്പോൾ അറിയാതെ ചോദിച്ചു പോയതാണ് സീമ. അതെ, ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ട് എവിടെയും ജോലിക്ക് പോയിട്ടില്ല. സീമ പിന്നൊന്നും ചോദിക്കാനും നിന്നില്ല. കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞതും അവരെണീറ്റു. നമുക്കെങ്കിൽ സാറിന്റെ ക്യാബിനിലേക്ക് പോയാലോ? പോകാം. എല്ലായിടത്തും കറങ്ങി ഒടുക്കം അദർവിന്റെ ക്യാബിനിൽ വന്ന് എത്തി നിൽക്കുമ്പോഴാണ് ശ്രീനന്ദയ്ക്ക് സത്യത്തിൽ ശ്വാസം നേരെ വീണത്. സർ, ഓഫീസ് മുഴുവൻ ചുറ്റി നടന്ന് കാണിച്ചിട്ടുണ്ട്. ആഹാ, അതിന്റെ ടെൻഷനാണോ നന്ദയുടെ മുഖത്ത്? അദർവ് കളിയായി ചോദിച്ചതും നന്ദ മുഖത്തെ ടെൻഷൻ മറച്ചു പിടിക്കാനൊരു പാഴ്ശ്രമം വെറുതെ നടത്തി. ഞാനും പറഞ്ഞു സർ, ടെൻഷനൊന്നും ആകണ്ടെന്ന്. ഓക്കെ, സീമ ചേച്ചി എങ്കിൽ പൊയ്ക്കോളൂ. ശരി സർ, പറഞ്ഞുകൊണ്ട് സീമ ക്യാബിൻ വിട്ടിറങ്ങി. ശ്രീനന്ദ അദർവിന്റെ അരികിലേക്ക് നിന്നു. എന്താടോ മുഖത്തെന്താ ഒരു വല്ലായ്മയും വെപ്രാളവും ഒക്കെ? ടെൻഷനായിപ്പോയോ? എന്നാലും ഇത്ര വലിയ ഓഫീസ്, ഇത്രയും സ്റ്റാഫ്. അവൾ വിക്കലോടെ പറഞ്ഞു. താൻ തൽക്കാലം അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷനാവണ്ട. പിന്നെ താനീ വിചാരിക്കും പോലെ ഒറ്റ ദിവസം കൊണ്ട് നമുക്കെല്ലാം പഠിച്ചെടുക്കാനും പറ്റില്ല. നന്ദ പുതിയ സ്റ്റാഫല്ലേ, മാത്രമല്ല പ്രീവിയസ് എക്സ്പീരിയൻസും ഇല്ല. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എനിക്കുറപ്പാണ് എൻ്റെ നന്ദയ്ക്ക് ഇതെല്ലാം പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്തെടുക്കാനുള്ള കാലിബറുള്ള ഒരു കുട്ടിയാണെന്ന്. അതുകൊണ്ട് താൻ ഒന്നുകൊണ്ടും ടെൻഷനാവണ്ട. ഇന്നെല്ലാം ഒന്ന് ചുറ്റി നടന്ന് പരിചയപ്പെട്ട് നാളെ ഇതുപോലൊക്കെ തന്നെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നന്ദ പതിയെ വർക്കുകൾ ചെയ്ത് തുടങ്ങിയാൽ മതി. അപ്പൊ താനും ഈ സാഹചര്യവും ഈ അന്തരീക്ഷവും ഒക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെടും. ഓക്കെ അല്ലേ? അവൻ ചോദിച്ചപ്പോൾ അവൾ ഒന്ന് ചിരിച്ചു. പിന്നെ അവൻ്റെ ഓപ്പോസിറ്റ് ചെയറിലേക്ക് പോയിരുന്നു. തനിക്ക് ജ്യൂസ് എന്തെങ്കിലും വേണോ? ഏയ്, തൽക്കാലം ഒന്നും വേണ്ട. ഞാനും സീമ ചേച്ചിയും കൂടി കുറച്ച് മുൻപ് ഒരു കോഫി കുടിച്ചു. എടോ, എനിക്കിപ്പോൾ ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ട്. ഒരു ഹൈദരാബാദ് മലയാളിയാണ്. ഞാൻ ഇവിടുന്ന് എണീറ്റ് മാറണോ ഏട്ടാ? ഏയ് വേണ്ട, താനിവിടെ ഇരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ദാ ഒരു 5 മിനിറ്റ്സിനുള്ളിൽ ക്ലയൻറ്റ് വിളിക്കും. പറഞ്ഞു തീർന്ന് ഏകദേശം 5 മിനിറ്റ് ആയപ്പോൾ തന്നെ ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കോൾ വന്നു. അതർവത്ര ഫോർമലായിട്ടൊന്നും അല്ല സംസാരിക്കുന്നത്, തീർത്തും ക്യാഷ്വലായിട്ടാണ് സംസാരിക്കുന്നത്. കണ്ടപ്പോഴേ ശ്രീനന്ദയ്ക്ക് മനസ്സിലായി അതവൻ അടുത്തറിയാവുന്ന ആരോ ആണെന്ന്. ഇടയ്ക്ക് ഒരു സ്ത്രീ ശബ്ദം കടന്നു വന്നു. അത് യു ലുക്കിംഗ് യങ്ങർ ഡേ ബൈ ഡേ. അപ്പുറത്തു നിന്നൊരു പെൺസ്വരം കാതിൽ വന്ന് അലച്ചതും അത്രയും നേരം അലസതയോടെ മറ്റെങ്ങോട്ടൊക്കെയോ മുഖം തിരിച്ചുകൊണ്ടിരുന്ന ശ്രീനന്ദ അദർവിന്റെ മുഖത്തേക്ക് ഒന്ന് കണ്ണെത്തിച്ചു നോക്കി. അവനും ആ നോട്ടം കൃത്യമായി കണ്ടു. നന്ദ, ഒന്നിങ്ങി വന്നേ. അവൻ കൈകാട്ടി ശ്രീനന്ദയെ വിളിച്ചു. അവൾ നടന്നു വന്ന് അവൻ്റെ അടുത്തേക്ക് നിന്നു. അദർ ഒരു കൈകൊണ്ട് ശ്രീനന്ദയുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. അരുണിമ, ഇതാണെൻ്റെ വൈഫ് ശ്രീനന്ദ. അവൻ ശ്രീനന്ദയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഹായ്. ചിരിയോടെ മറുപുറത്ത് സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന പെൺകുട്ടിയിലേക്ക് ശ്രീനന്ദ നോക്കിയെങ്കിലും ആ പെണ്ണിന്റെ മുഖം വളരെ വെളുത്തുപോയി. മുഖത്ത് ചിരിയുടെ നേരിയ അംശം പോലും ഇല്ലാതെ അത്രയും ഗൗരവത്തിലൊരു ഹായ്. മറുപുറം തോളപ്പം വരെ മുടിവെട്ടിയിട്ട് കളർ തേച്ച് മിനുക്കി മുഖത്ത് മിനിമൽ മേക്കപ്പോടെ ഇരിക്കുന്ന പെണ്ണിന്റെ മുഖം തന്നെ കണ്ട മാത്രയിൽ മങ്ങിപ്പോയത് ശ്രീനന്ദ പ്രത്യേകം ശ്രദ്ധിച്ചു. ആ മീറ്റിംഗ് കഴിയുന്നോടം വരെ
ശ്രീനന്ദ അഥർവിന്റെ അരികിൽ തന്നെ നിന്നു. അവൾ എങ്ങോട്ടേക്ക് മാറാൻ? അവൻ വിട്ടില്ലെന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അവൾ അകന്നു മാറാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവളെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന അവന്റെ കൈകളുടെ മുറുക്കം കൂടും. അതൊരു വാണിംഗാണ്. ഞാൻ പറയാതെ പോകരുത് എന്ന് അഥർവ് പറയാതെ പറയും പോലെയാണ് അവൾക്ക് തോന്നുന്നത്. അരുണിമയോട് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും പറയുമ്പോഴും അഥർവിന്റെ ഒരു കൈ ശ്രീനന്ദയുടെ ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞു പിടിച്ചിരുന്നു. ആ കാഴ്ച ഓരോ നിമിഷം കാണുന്തോറും അരുണിമയ്ക്ക് അവളുടെ കടപ്പല്ലുകൾ ഞെരിഞ്ഞമർന്നു. താൻ പറഞ്ഞതുപോലെ ഒന്ന് ചേഞ്ചസ് വരുത്തിയിട്ട് എനിക്ക് ആ പ്രൊപ്പോസൽ ഒന്നുകൂടി അയക്കണം അരുണിമ. ഓക്കെ അഥർവ് പറഞ്ഞുകൊണ്ട് ധൃതിയിൽ അരുണിമ വീഡിയോ കോൺഫറൻസ് അവസാനിപ്പിച്ചു. ശ്രീനന്ദയ്ക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. അതറിവിനും പിടികിട്ടി. ഇപ്പോൾ ഈ വീഡിയോ കോളിൽ കണ്ട അരുണിമയുണ്ടല്ലോ, അവൻ പറഞ്ഞു തുടങ്ങി. അരുണിമ അങ്ങനല്ല, അരുണിമയ്ക്ക് പണ്ട് മുതലേ എന്നോടൊരു ഇഷ്ടമുണ്ടായിരുന്നു. അതർവ് പറഞ്ഞു തുടങ്ങിയതും ശ്രീനന്ദയുടെ നെറ്റി ചുളിഞ്ഞു. കണ്ണ് കൂർപ്പിച്ച് അവൻ ഇന്നി എന്താ അവൻ പറയാൻ പോകുന്നതെന്നറിയാൻ ചെവി വട്ടം പിടിച്ചു നിൽക്കുവാണ് പെണ്ണ്. അവളുടെ ആ ഭാവത്തിനോട് അവന് വല്ലാത്തൊരു ഇഷ്ടം തോന്നിപ്പോയി. കുറുമ്പത്തി പെണ്ണ് അവൻ മനസ്സിലോർത്തു. അതുകൊണ്ട് തന്നെ അവളെ ഒന്ന് വട്ടാക്കാനും അവനൊന്ന് തീരുമാനിച്ചു. എന്നിട്ട് ശ്രീനന്ദയ്ക്ക് ആകാംക്ഷയേറി. എന്നിട്ട് എന്താവാനാ? കുറേ നാൾ എൻ്റെ പിന്നാലെ നടന്നു. എന്നിട്ട് ബലം കാണാതായപ്പോൾ വീട്ടിൽ വന്നു. അമ്മയോടും അച്ഛനോടും ചോദിച്ചു. എന്നിട്ട് ഏട്ടൻ എന്താ സമ്മതിക്കാതിരുന്നത്? ശ്രീനന്ദ അത്ര താല്പര്യമില്ലാത്ത ഭാവത്തിൽ ചോദിച്ചു. എനിക്കെങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റിയ ഒരു മെൻറ്റാലിറ്റി ഒന്നും ആയിരുന്നില്ല ആ ടൈമിൽ. ഞാൻ കൂടുതലും ബിസിനസ്സിലേക്കാണ് ഫോക്കസ് ചെയ്തത്. പിന്നെ കാണുമ്പോഴൊക്കെ അരുണിമ വെറുതെ എന്നോട് ഫ്ലർട്ട് ചെയ്യാൻ വരാറുണ്ടായിരുന്നു. അതുകൂടി കേട്ടതോടെ ശ്രീനന്ദയുടെ ചുണ്ടുകൾ കൂർത്തുപോയി. ഉള്ളിൽ തികട്ടി വന്ന കുഞ്ഞു ദേഷ്യത്തിന്റെ പിന്നാലെ അവൾ അഥർവിന്റെ കവിൾത്തടത്തിലേക്കൊന്ന് അമർത്തി നുള്ളി. എനിക്ക് വേദനിക്കുന്നു. അവൾ പിച്ചിയ കവിൾത്തടം മെല്ലെ കൈകൊണ്ട് തടവിക്കൊണ്ട് അവൻ പറഞ്ഞു. അവൾ അവന്റെ ആ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവിടേക്ക് ചുണ്ടു ചേർത്തു. എന്റെയാ, എന്റെ മാത്രം. വേറൊരു പെണ്ണിന്റെ പേര് ചേർത്ത് പറയുന്നത് പോലും എനിക്കിഷ്ടമല്ലാട്ടോ. ചൊടിയോടെ പറഞ്ഞു വെക്കുന്ന പെണ്ണിന്റെ മുഖത്ത് മുഴുവനും ചെറിയ കുട്ടികളുടേതുപോലെയുള്ള നിഷ്കളങ്കതയാണ്. ഒരു നിമിഷം അവളെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു പോയി അഥർവ്. എന്റെ പെണ്ണെ, ഞാനല്ലെങ്കിൽ നിന്റേതല്ലേ? എന്നും എപ്പോഴും നിന്റേത് മാത്രമായിരിക്കും, പോരെ? അവൻ അവളുടെ ഇരു കവിളിലും പിടിച്ചൊളിച്ച് കൊഞ്ചിക്കുന്നത് പോലെ പറഞ്ഞപ്പോൾ പെണ്ണിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു. നേരിയ രക്തച്ചുവപ്പ് അവിടേക്കും പടർന്നു. ബ്ലഷ് ചെയ്യുന്നുണ്ടല്ലോ. അഥർവ് അവളെ നോക്കി പറഞ്ഞതും ശ്രീനന്ദ കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. അതേ, നീ ഇങ്ങനെ നിന്നാൽ എന്റെ പണിയൊന്നും നടക്കില്ല. മര്യാദയ്ക്ക് അവിടെ പോയിരുന്നേ. അഥർവ് പറഞ്ഞപ്പോൾ ഒന്ന് കുലുങ്ങി ചിരിച്ചുകൊണ്ടവൾ അവന് മുൻപിലിട്ടിരുന്ന ചെയറുകളിൽ ഒന്നിൽ പോയിരുന്നു. തൽക്കാലം ഒരു റെഫറൻസിന് നോക്കാന് വേണമെങ്കിൽ ഞാൻ 1-2 ഫയൽസൊക്കെ തരാം. ദാ, ഇതൊക്കെ നോക്കി മനസ്സിലാക്കും പോലെ. എല്ലാം കൃത്യമായി പറഞ്ഞു തരും സീമ ചേച്ചി. പറഞ്ഞുകൊണ്ടവൻ 2 ഫയലുകൾ കൂടി അവൾക്കടുത്തേക്ക് നീക്കി വെച്ചു. അവൾ അത് തുറന്നും മറിച്ചും നോക്കിയിരുന്നു. ഇവിടെ പേജുകൾ മറിക്കുമ്പോഴും അവളുടെ തലവേദന കൂടിക്കൂടി വന്നു. ഒപ്പം വല്ലാത്തൊരു ടെൻഷനും ഭാരവും അവളിൽ വന്ന് നിറയുന്നത് അവൾ അറിയുന്നുണ്ട്. അല്പസമയത്തിന് ശേഷം ഫയൽ മടക്കി തലയ്ക്കൊക്കെ കൈതാങ്ങി കുനിഞ്ഞിരിക്കുന്നവളെ കണ്ടതും അഥർവ് സംശയഭാവത്തെ നോക്കി. എന്തു പറ്റി നന്ദ? എന്താ, എന്തെങ്കിലും വയ്യായ്കയുണ്ടോ? അവൻ അവൾക്കടുത്തേക്ക് വന്നു. ഏയ്, ചെറിയൊരു തലവേദന പോലെ. ഞാൻ പറഞ്ഞു. ഏയ്, അതൊന്നും കുഴപ്പമില്ല. ഇങ്ങനെ തലവേദന എടുത്താൽ എത്ര ദിവസം ഒളിച്ചോടി വീട്ടിലേക്ക് പോകും? അതൊന്നും കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം, അവൾ പറഞ്ഞു. അഥർവിന്റെ ഭാര്യ ശ്രീനന്ദ ഓഫീസിൽ ജോയിൻ ചെയ്തതിന്റെ സന്തോഷത്തിന്റെ ഭാഗമായി അവൻ ഓഫീസിലെ എല്ലാ എംപ്ലോയീസിനും ലഞ്ചിന് ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. അതോടെ സ്റ്റാഫുകൾക്കിടയിലും അതൊരു ചർച്ചാ വിഷയമായി. കണ്ടാൽ അധികം പ്രായം തോന്നുന്നില്ലല്ലേ? സാറിന്റെ ഒരു ഇളയ സിസ്റ്ററാണെന്നാ ഞാൻ ഓർത്തേ. അക്കൗണ്ട് സെക്ഷനിലെ നീരജയാണ്. സാർ ഒറ്റ മോനാ, സിബിലിങ്സ് ആരും ഇല്ലെന്നേ. നയനയാണ്. അതെയോ, ഒറ്റ മകനാണോ? പിന്നെ സാറിന്റെ സെക്കൻഡ് മാരേജ് ആണ്. ആദ്യത്തെ ബന്ധത്തിലൊരു കുഞ്ഞുണ്ട്. നയന പതിയെ പറഞ്ഞു. ഓ, അത് ശരി. ആദ്യ ഭാര്യയ്ക്ക് എന്തു പറ്റി? ഉപേക്ഷിച്ചു പോയതാ. എൻ്റെ അമ്മയുടെ ഒരനിയത്തി താമസിക്കുന്നത് സാറിന്റെ വീടിന്റെ അടുത്താ. അവര് പറഞ്ഞതാ.
സീമ വരുന്നത് കണ്ടതും ഇരുവരും സംഭാഷണം അവസാനിപ്പിച്ചു. വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ തന്നെ ആ ഒരു ദിവസവും കടന്നുപോയി. തുടരും. നിയോഗത്താൽ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് തരാൻ മറക്കല്ലേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്ര. താങ്ക് യു.